നമസ്കാരം. മറയൂരിൽ പച്ചക്കറി വിൽപ്പന കേന്ദ്രത്തിൽ മോഷണം. പോലീസ് അന്വേഷണത്തിൽ അലംഭാവമെന്നും നടപടി വൈകിയാൽ പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും BJP നേതാക്കളായ കെ ജയകുമാർ, എ രാജ്കുമാർ, BMS പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ മുരുകേശൻ തുടങ്ങിയവർ പറഞ്ഞു. സ്ഥാപനത്തിൽ നിന്നും വിവിധ ഇനം പച്ചക്കറികളും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന തുണിത്തരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കടയുടമ മുരുകേശൻ പറഞ്ഞു. വിവരം മറയൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് കാര്യമായ നടപടികൾ ഉണ്ടായില്ല. അതിനാൽ ഇന്ന് രേഖാമൂലം പരാതി നൽകി. നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ, മുരുകേശൻ വ്യക്തമാക്കി. நாங்கள் கடை 9 மணிக்கு 8:30 அடைச்சிட்டு நைட்டு அடைச்சிட்டு போயாச்சு. அப்புறம் மறுநாள் காலையில் நாங்கள் வரும்போது 9 மணி ஆச்சு. 9 மணிக்கு வரும்போது இந்த சைடு நெட்டெல்லாம் உடச்சி கிடக்கு உள்ள கடைக்குள்ளே நாங்கள் போட்டிருந்த சாக்கெல்லாம் மாறி கிடக்கு. அப்போ நாங்கள் வந்து பார்க்கும்போது பச்சைக்கறி, சவாளை, கிழங்கு, கத்திரிக்காய், முள்ளங்கி, பச்சை மிளகு இதெல்லாம் இல்லை. சாக்கில் இருந்ததெல்லாம் இல்லை. பின்ன சாரி, நைட்டி, கொஞ்சம் ட்ரெஸ்ஸுகள் எல்லாம் 3 சாக்கு இருந்துச்சு. அந்த 3 சாக்கு கட்டி வச்சு போனது 3 சாக்குமே இல்லை. பராதி கொடுத்துட்டு போலீஸ்காரங்க வந்து பார்த்துட்டு பின்னே அதுக்கு பிறகு நேற்றுக்கு மொத்தம் வரவே கிடையாது. அது ஒரு ஆக்ஷன் எடுக்கிறது இல்லை. அவங்களுக்கு ஒரு நிசாரமாக தெரியுது. இந்த மாதிரி டூரிஸ்ட் மேகலன்னு சொல்லி ஒருபாடு களவு நடக்கு. பின்ன இந்த பரிசைக்கெல்லாம் வாங்கி தான் நம்ம இந்த கடை நடத்திக்கிட்டு இருக்கோம். இப்படி களவு போச்சுன்னா இது எப்படி பிழைக்கிறது? இந்த மாதிரி பயங்கர சங்கடமாக இருக்குது. ഇത് ഒരു പോലീസ് ഒരു കൺകാണിച്ച് ഒരു ആക്ഷൻ എടുക്കണം. ഇവിടെ CSI പള്ളിക്കടുത്തുള്ള പച്ചക്കറി കടയിൽ കട അടച്ചിട്ട് രാത്രി ഇവിടുത്തെ ജീവനക്കാർ പോയി. ഇന്നലെ രാവിലെ നേരം പുലർന്ന് വന്ന് കട തുറക്കുമ്പോൾ ഈ സൈഡ് ഷട്ടർ, തകര ഷട്ടറും ഈ ഷട്ടർ പൊളിച്ച് അകത്ത് കയറിയ കള്ളന്മാർ ഉള്ളിയിലിരിക്കുന്ന പച്ചക്കറികൾ, വെല്ലുള്ളി, ചെറുള്ളി, പച്ചമുളക്, മുള്ളങ്കി ഇങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം എടുത്തുകൊണ്ട് പോയി. കൂടാതെ അതിനകത്തിരുന്ന പൈസകളും മോഷണം പോയിട്ടുണ്ട്. പിന്നെ ഈ തൊട്ടടുത്ത് കാണുന്ന ഇതേ സ്ഥലത്ത് തന്നെ, ഈ കടയിൽ തന്നെ തുണികളും വെച്ചിട്ടുണ്ട്. അമ്മമാരുടെ തുണികളായ പാവാട പിറ്റുകൾ, അതുപോലെ ബ്ലൗസ് പിറ്റുകൾ, സാരികൾ, നൈറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിരുന്നു. 3-4 പാർസലായിട്ട് ഉണ്ടായിരുന്നു. ഇതെല്ലാം കള്ളന്മാർ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇന്നലെ രാവിലെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മറയൂർ SHO അവരെ സമീപിക്കുകയും മറയൂർ പോലീസ് വന്ന് സ്ഥലത്ത് വന്ന് കണ്ടെത്തി എന്തൊക്കെ സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറിപ്പ് എഴുതി എടുത്തുകൊണ്ട് പോയതാണ്. എന്നാൽ ക്യാമറ ചെക്ക് ചെയ്ത് പറയാമെന്ന് പറഞ്ഞിട്ട് ഈ സെക്കൻഡ് വരെ ഒന്നും മിണ്ടിയിട്ടില്ല. എന്നാൽ ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടി ഇവിടെ ആളുകൾ, ബഹുജനങ്ങൾ ഇതുപോലെ മോഷണം പോയതായിട്ട് അറിയുകയും ഇവിടെ ഈ കാർത്തി എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് 100 മീറ്റർ അകലിൽ മട്ടൺ ഷോപ്പ് നടത്തുന്ന കാർത്തി എന്താണ് മോഷണം പോയെന്ന് പറയും. എൻ്റെ കടയുടെ അവിടെ ഒരു പാർസൽ കിടപ്പുണ്ട്, വന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് ഉള്ളി വെച്ചിട്ടുണ്ട്, അതിനകത്ത് പുതിയ തുണി വസ്ത്രങ്ങളാണ് ഇരിക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയി കണ്ടിട്ട് നോക്കിയപ്പോൾ പാർസൽ ഇവിടെ നിന്ന് മോഷണം പോയ 3-4 പൊതി തുണി പാർസലുകളാണ് മോഷണം. അപ്പോൾ അതിലൊരു പൊതി കിട്ടി, ഒരു പാർസൽ. എന്നിട്ട് പോലീസ് സ്റ്റേഷനെ ബന്ധപ്പെടുകയും ഇതുപോലെ ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ട്, അത് വന്ന് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് വന്നിട്ടില്ല, പോലീസും വന്നില്ല. പിന്നെ അതിനുശേഷം അന്വേഷിച്ച് പറയാമെന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥർ തിരക്കില്ല, വന്നേക്കാമെന്ന് പറഞ്ഞു. ആരും വന്നിട്ടില്ല. ഈ മറയൂർ ഭാഗത്തിൽ വന്നിട്ട് ഒത്തിരി ഇവിടെ വന്നിട്ട് മോഷണം നടക്കുന്നുണ്ട്. ആദ്യം തൊട്ട് നമ്മൾ സ്റ്റേഷനിലെ പല പ്രാവശ്യം ഈ അടയ്ക്ക സീസണിൽ അടയ്ക്ക കട്ടുകൊണ്ടുവന്ന ആൾക്കാരെ നമ്മൾ പിടിക്കാൻ പറഞ്ഞ് പല പ്രാവശ്യം നമുക്ക് അതിനോട് മുന്നോട്ട് പോയതാണ്. ഇതുവരയ്ക്ക് ആ രീതിയിൽ തന്നെ ഇവർ വന്നിട്ട് ഈ നടപടിക്ക് സ്വീകരിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ കള്ളന്മാർക്ക് എന്തിനാണ് അത്രയും സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല. പോലീസ് ഭാഗത്തിൽ ഒരു വീൽസെന്നെ നമുക്ക് சொல்ல முடியும். எப்படின்னு சொன்னால், இது வந்துட்டு இந்த மாதிரி செய்யக்கூடிய ஆளுக வந்துட்டு எப்படின்னு சொன்னால், இந்த பகுதியில் பலதரப்புல திருட்டுகளை வந்து தொடங்கியிருக்காங்க. இப்போ நேரத்தில் வந்துட்டு காடுகளில் ஏறி இந்த பாக்கு இதுகெல்லாம் கட்டு நடந்த ஆளுக வந்துட்டு இப்போ நம்ம சிட்டிக்குள்ளே, டவுனுக்குள்ளே, இந்த சிறுகடை விவசாயிகளுக்குள்ள இடத்துல வந்துட்டு இந்த மாதிரி செய்கிறாங்க. இந்த ஒரு கடைக்கு மட்டும் இந்த மாதிரி உள்ள விஷயங்கள் இல்லை. இப்போ நம்ம டவுனில் எடுத்துக்கிட்டோம்னா இந்த பழக்கடை வியாபாரிகள், ஒரு பெட்டிக்கடை வச்சுருக்கிறவங்க, இந்த சிறுகடை தொழிலாளிகள்லாம் நிறைய பாதிக்கப்படுறாங்க.